ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിലർക്കെങ്കിലും അത് ഉപകാരപ്പെടുമായിരിക്കും. താമരയെ ബാധിക്കുന്ന 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിലും എന്തായാലും താമര പൂവിടും. അപ്പോൾ നമുക്കതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു താമരയെ ബാധിക്കുന്ന ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ്. കാരണം നമ്മുടെ നാട് ഒരു ഉഷ്ണമേഖലാ പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുവിധം എല്ലാ താമരകളും നല്ല രീതിയിൽ വളരുന്നതാണ്. പക്ഷെ ചില ഇനങ്ങൾ അഥവാ ഹാർഡി ഇനങ്ങൾ പൂവിടാൻ പാടാണ്. പക്ഷെ അതും നമുക്ക് ശരിയാക്കി എടുക്കാം. അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നടുന്ന സമയം ഇതിനെ നന്നായി ബാധിക്കുന്നുണ്ട്. നമ്മൾ നടുന്ന ട്യൂബർ ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് ഈ സമയങ്ങളിലൊക്കെ നടാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മാർച്ച് ഏപ്രിൽ മാസം അത് നല്ലപോലെ വളർന്ന് ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും അതിൽ മൊട്ട് വരും. അതുപോലെ രണ്ടാമത്തെ കാര്യം മണ്ണാണ്. മണ്ണ് കുറേ ആളുടെ ധാരണ താമര നടാൻ ചെളി ആവശ്യമാണെന്നാണ്. നമ്മുടെ പറമ്പിലെ മണ്ണിലും താമര നന്നായിട്ട് പൂവിടും. ഇപ്പം നമ്മൾ ഏത് യൂസ് ചെയ്താലും മണ്ണാണെങ്കിലും ചെളിയാണെങ്കിലും അതിന് ഒരു തരത്തിലുള്ള രാസപദാർത്ഥവും ഉണ്ടാവാതെ നോക്കണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ് വളരില്ല. കാരണം താമര വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്ലാന്റാണ്. മണ്ണ് ഇപ്പോൾ പലതരത്തിലുള്ളത് നമുക്ക് കിട്ടാനുണ്ട്. ചുവന്ന മണ്ണുണ്ട്, പിന്നെ കറുത്ത മണ്ണുണ്ട്, പിന്നെ പൂഴി ചേർന്ന മണ്ണുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുല്ല് നന്നായിട്ട് വളരുന്ന മണ്ണെടുക്കാനായിട്ടാണ്. പുല്ല് നന്നായിട്ട് വളരുന്ന മണ്ണിൽ താമരയും നന്നായിട്ട് വളരും. പിന്നെ കെമിക്കൽ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കിയാൽ മതി. അതുപോലെ നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വംശശുദ്ധിയാണ്. വംശശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ താമര തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ട്രോപ്പിക്കൽ ഉണ്ട്, ഹാർഡി ഉണ്ട്. ഹാർഡി ആയ താമരകൾ പോലും നമ്മളെ നാട്ടിലൊക്കെ പൂക്കുമെങ്കിലും അത് അല്പം ബുദ്ധിമുട്ടാണ്. ആദ്യമായിട്ട് താമര വെക്കുന്നവരൊക്കെ സെല്ലറോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം താമര വാങ്ങിക്കാനായിട്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. താമര നടുന്ന സമയം, അതുപോലെ മണ്ണ്, പിന്നെ വംശം എന്നീ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മുറ്റത്തും താമര നന്നായിട്ട് പൂവിടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.